ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പാസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഈ റൂം വെക്കേറ്റ് ചെയ്ത സമയമായി 15-ാം തീയതി ഇറങ്ങണം. സോ അതിനു മുമ്പ് ഇതൊക്കെ നമ്മൾ പണ്ട് ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആണ്. കുറച്ച് ക്രാഫ്റ്റ് സ്കിൽ ഉള്ളതുകൊണ്ട് ഓരോന്നോരോന്ന് ചുമ്മാ ട്രൈ ചെയ്യുന്നു, പകുതി എത്തും നിർത്തുന്നു, ഇതൊക്കെ അവസ്ഥ. അപ്പോൾ നാളത്തെ കഴിഞ്ഞ് മീൻസ് ഫ്രൈഡേ എൻ്റെ ഒരു പുതിയ റൂമിലേക്കുള്ള ഇതറിയാൻ പറ്റും. അപ്പോൾ ആസ് യൂഷ്വൽ മോർണിംഗ് ജിടെക്കിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ സ്റ്റുഡൻസ് ആണ്, അവരിപ്പോൾ ഡിസൈനിങ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൾട്ടിമീഡിയ ആണ് സബ്ജക്റ്റ്. കുറച്ച് പേര് ഡിസൈൻ ചെയ്യുന്നു, കുറച്ച് വീഡിയോ എഡിറ്റിംഗ് അങ്ങനെയുണ്ട്. ഇപ്പോൾ കുറച്ച് ഓണത്തിൻ്റെ കുറച്ച് പോസ്റ്റേഴ്സ് അങ്ങനെ കാര്യം ചെയ്യുന്നു. ബാക്ക് ടു മൈ ട്രാക്ക്. ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്. കാരണം ഇപ്പോൾ വർക്കിൽ കുറച്ച് ഡിലേ ആണ്, അപ്പോൾ കുറച്ച് പോർട്ട്ഫോളിയോക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇതൊരു 3D ഗെയിം അസെറ്റാണ്. അപ്പോൾ ഇത് ആർട്ട് സെഷൻ ഒരു ഷോർട്ടാണ്, വേറെ ഇമേജ് റെഫറൻസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇത് കുറച്ച് ഡേറ്റ് ഇപ്പോൾ ഓൾറെഡി 2 ഇമേജ് മാത്രമേ ഉണ്ടല്ലോ ഉള്ളൂ. അപ്പോൾ അത്ര ലിമിറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് വെച്ചിട്ട് നമുക്കത് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ്. പിന്നെ ഇതാണെങ്കിൽ കുറച്ച് എന്താ പറയുക, കുറച്ച് അസറ്റ്സ് കുറേ എലമെന്റ്സ് ഉള്ളതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ കാണിച്ച സ്ഥലമുണ്ട്, ഇതവിടെ കുറച്ച് റോക്ക് ഉണ്ട്, പക്ഷെ പാറയുടെ കുറച്ച് എലമെന്റ് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് സ്കൾപ്റ്റിംഗ് ഡീറ്റെയിൽസ് അറിയാം. പിന്നെ അവിടെ യൂസ് ചെയ്യുന്ന ഇരുമ്പ് മെറ്റലൊക്കെ ഭയങ്കര ഡേർട്ടി മീൻസ് റസ്റ്റി ആയിട്ടുള്ള മെറ്റലാണ്. പിന്നെ ഇവിടെയൊക്കെ ഓൾറെഡി വെള്ളം കയറുന്ന ഏരിയ, അപ്പോൾ പൊതുവെ ഇവിടെയൊക്കെ നല്ല ഡേർട്ട് ഉണ്ടാവും. ഡേർട്ട് ഉദ്ദേശിക്കുന്ന ഈ വെള്ളം കയറിയിട്ട് ഇറങ്ങിയ ടൈപ്പ് ഡേർട്ട്, എന്നിട്ട് തുരുമ്പിച്ചത് പോലത്തെ ഡേർട്ട്. പിന്നെ അവിടുത്തെ മെറ്റീരിയൽസ് ഒക്കെ ഓൾറെഡി ഭയങ്കരമായിട്ട് തുരുമ്പിക്കും, പക്ഷെ എന്ന് വിചാരിച്ച് ഇതായി പോകില്ല, ഭയങ്കര ഡാമേജ് ആയി കൊണ്ടായി പലിക്കില്ല, നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പോൾ ആ ഡേറ്റൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കുറച്ചൊരു ഭംഗിയിൽ എത്തിക്കാൻ പറ്റും തോന്നണം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ പുറകെ ഇടാം. അപ്പോൾ ഞാൻ ആ ഒരു ട്രാക്ക് ഫോളോ ചെയ്യാൻ വിചാരിച്ചു, കാരണം എല്ലാ ദിവസത്തെ ഒരു അപ്ഡേറ്റ്, ഡെയിലി അപ്ഡേറ്റ്സ് ഓരോ വീക്കെൻഡ് നമുക്ക് റിവ്യൂ വെച്ചിട്ട് ഇപ്പം എന്താ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഓൾറെഡി ഇതിലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ.